ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോണിൽ സംസാരിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇറാന്റെ ആക്രമണങ്ങൾ ഉടൻ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടതായും ഇമ്മാനുവൽ മാക്രോൺ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ നേരിട്ടും പ്രോക്സികൾ വഴിയും നടത്തുന്ന സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന കാര്യത്തിലും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും മാക്രോൺ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, തീർച്ചയായും മസൂദ് പെസഷ്കിയാനുമായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹവുമായി സംസാരിച്ചത്, സമൂഹമാധ്യമ കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഹൂതി വിമതരുടെയും അതുപോലെ തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയുടെയും അതുപോലെ അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ എല്ലാം ഭാഗമായി ഇപ്പോഴും ആക്രമണം തുടരുന്നൊരു നീക്കം ഇറാൻ തുടരുകയാണ്. പ്രോക്സികളിലൂടെയുള്ള ആക്രമണം തുടരുകയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ഹമാസ് ചില എതിർപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യം പോലും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ രണ്ട് പ്രോക്സികളെയും ഉപയോഗിച്ചുള്ളൊരു യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം നിർത്തണമെന്നും മറ്റു രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന, അതായത് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഒരാവശ്യം വളരെ കൃത്യമായി പറഞ്ഞു എന്ന് തന്നെയാണ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചിരിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോൺ കുറേ കൂടി ശക്തമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ ആവശ്യമുണ്ട് എന്ന നിലപാടും അറിയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഫ്രാൻസിൻ്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്ന ഒരു യു എ രാജ്യങ്ങളിലെ ഒരു വിമാനത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരു ഫ്രഞ്ച് പൗരൻ, അവരുടെ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഫ്രഞ്ച് പൗരൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഫ്രാൻസിൻ്റെ സൈനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൽ ഇടപെടാനുള്ളൊരു തയ്യാറെടുപ്പല്ല, മറ്റു രാജ്യങ്ങളുടെ ചെറുത്തുനിൽപ്പിനോടൊപ്പം നിൽക്കുക എന്നൊരു തീരുമാനമാണ് തങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായി മസൂദ് പെസഷ്കിയാനോട് അറിയിച്ചതിന് ശേഷമാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ, അതായത് നേരിട്ടുള്ള ആക്രമണങ്ങളും അല്ലാതെ ഉള്ള ഈ പ്രോക്സികൾ വഴിയുള്ള ആക്രമണങ്ങളും അടിയന്തരമായി നിർത്തിവെക്കണമെന്നൊരു നിലപാട് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ ഒരു ശാന്തി സമാധാനവും ഉടൻ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് കർശനമായൊരു നിലപാടുണ്ടായിരിക്കുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗം കൂടിയായ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ചർച്ച കുറെ കൂടി കാര്യക്ഷമമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത തുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ശരി, ജോസാണ് വിവരങ്ങൾ നൽകിയത്.